നമസ്കാരം, പ്രൈം ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. സ്വയം സന്നദ്ധ പുനരധിവാസം 20 കാട്ടുനായ്ക്ക കുടുംബങ്ങൾക്ക് ബത്തേരിയിൽ കൈവശ രേഖകൾ നൽകി. ജീവനെടുക്കാൻ കോളറ വീണ്ടും, ജാഗ്രത പാലിക്കാൻ ആരോഗ്യവകുപ്പിന്റെ മുന്നറിയിപ്പ്. വീട്ടിൽ കഞ്ചാവ് ചെടി വളർത്തലും നാടൻ വാറ്റും, വീട്ടമ്മയടക്കം 3 പേർ മാനന്തവാടിയിൽ അറസ്റ്റിൽ. ബ്ലൂ വെയിൽ ചാലഞ്ച് കൊലയാളി ഗെയിം കേരളത്തിൽ 2000 പേർ ഡൗൺലോഡ് ചെയ്തു. ഗെയിമിന്റെ സ്വാധീനത്തിൽ പാലക്കാട് കുട്ടികൾ കടലിലേക്ക് പുറപ്പെട്ടു. ജില്ലയിൽ കർക്കിടകത്തിലും പുഴകൾ ദരിദ്രം, വരാനിരിക്കുന്ന കുടിവെള്ളക്ഷാമത്തിൽ ആശങ്ക കനക്കുന്നു. വിരവിമുക്ത ദിനാചരണം വ്യാഴാഴ്ച. സംസ്ഥാനത്ത് 2,46,133 കുട്ടികൾക്ക് ഗുളിക നൽകും. 10 ഏക്കർ തരിശുപാടത്ത് കൃഷിയിറക്കി. തിരുനെല്ലിയിൽ സ്വാശ്രയ സംഘം മാതൃകയായി. വിശദമായ വാർത്തകളിലേക്ക്. കുറിച്യാട് വനത്തിൽ നിന്ന് സ്വയം സന്നദ്ധ പുനരധിവാസ പദ്ധതിയിൽ മാറ്റിപ്പാർപ്പിക്കുന്ന 20 കാട്ടുനായ്ക്ക കുടുംബങ്ങൾക്ക് ഭൂമിയുടെ കൈവശ രേഖകൾ നൽകി. ബത്തേരി ഗജ കോൺഫറൻസ് ഹാളിൽ ജില്ലാ കളക്ടർ എസ് സുഹാസാണ് കൈവശാവകാശ രേഖകൾ കൈമാറിയത്. ചതലയം, പടിപ്പുര, ഏഴിച്ചാൽ, പാപ്പളശ്ശേരി എന്നിവിടങ്ങളിലാണ് ഇവരെ പുനരധിവസിപ്പിക്കുക. ചടങ്ങിൽ നഗരസഭാ ചെയർമാൻ CK സഹദേവൻ അധ്യക്ഷനായിരുന്നു. 2014 കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച സ്വയം സന്നദ്ധ പുനരധിവാസ പദ്ധതിയിൽ ഒരു കുടുംബത്തിന് 10 ലക്ഷം രൂപ വീതമാണ് അനുവദിച്ചത്. ജനറൽ വിഭാഗത്തിൽപ്പെട്ട കുടുംബങ്ങൾ 2015-16 കാടിറങ്ങിയിരുന്നു. ആദിവാസി വിഭാഗത്തിൽപ്പെട്ട 35 കുടുംബങ്ങൾ കൂടി ഇനിയും കുറിച്യാട് വനാന്തരങ്ങളിൽ പുനരധിവാസം കാത്തു കഴിയുന്നുണ്ട്. ഇവരെ അടുത്ത ഘട്ടത്തിൽ മാറ്റിപ്പാർപ്പിക്കുമെന്ന് ജില്ലാ കളക്ടർ സുഹാസ് പറഞ്ഞു. ചതലയം, പടിപ്പുര, ഏഴിച്ചാൽ, പാപ്പളശ്ശേരി എന്നിവിടങ്ങളിലാണ് പുനരധിവസിപ്പിക്കുന്നവർക്ക് സ്ഥലമെടുത്തത്. രജിസ്ട്രേഷൻ ഫീസും സ്റ്റാമ്പ് ഡ്യൂട്ടിയും ഒഴിവാക്കി കിട്ടാൻ ആദിവാസികൾ ഗവൺമെന്റിന് അപേക്ഷ നൽകിയിരുന്നു. എന്നാൽ ഇതിന് അനുകൂല നടപടികൾ കിട്ടാത്തതിനാൽ ഈ തുക വനം വകുപ്പ് കണ്ടെത്തിയാണ് 20 കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിക്കാൻ സൗകര്യം ചെയ്തത്. ഡെപ്യൂട്ടി ഫോറസ്റ്റ് കൺസർവേറ്റർ ആൻഡ് വൈൽഡ് ലൈഫ് വാർഡൻ NT സാജൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. നൂൽപ്പുഴ പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭൻ കുമാർ, N ബാദുഷ എന്നിവർ സംസാരിച്ചു. AP ഷാജി, വയനാട് ന്യൂസ്, ബത്തേരി. തുടച്ചു നീക്കിയ മഹാമാരി വീണ്ടും ജീവനെടുക്കുന്ന കോളറയ്ക്കെതിരെ ജാഗ്രത പാലിക്കാൻ ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശം. അയൽ ജില്ലയായ കോഴിക്കോട് 3 ഇതര സംസ്ഥാന തൊഴിലാളികളിലാണ് കോളറ കണ്ടെത്തിയത്. മാവൂരിനടുത്ത് ചെറുപ്പ പ്രാഥമികാരോഗ്യ കേന്ദ്രം വെള്ളത്തിൽ കോളറ അണുക്കൾ കണ്ടെത്തിയതായി റിപ്പോർട്ട് ചെയ്തിരുന്നു. പത്തനംതിട്ടയിൽ കോളറ ബാധിച്ച് ഒരാൾ മരണമടഞ്ഞു. കോളറയുടെ അണുക്കൾ കണ്ടെത്തുകയും മരണം റിപ്പോർട്ട് ചെയ്യുകയും ചെയ്ത സാഹചര്യത്തിലാണ് സംസ്ഥാന ആരോഗ്യവകുപ്പ് ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചത്. അശുദ്ധ ജലത്തിലൂടെ വയറിലെത്തുന്ന കോളറ അണുബാധ ശരീരത്തിലെ ലവണാനുപാതത്തിന്റെ താളം തെറ്റിക്കും. ശരീരത്തിലെ ജലാംശം കുറഞ്ഞ് രക്തത്തിന്റെ ഒഴുക്ക് മന്ദീഭവിച്ചാണ് മരണസാധ്യതയുണ്ടാകുന്നത്. വിബ്രിയെ കോളറ എന്ന ബാക്ടീരിയയാണ് രോഗമുണ്ടാക്കുന്നത്. വയറിളക്കമാണ് പ്രധാന ലക്ഷണം. ഭക്ഷണത്തിലൂടെയും കുടിവെള്ളത്തിലൂടെയുമാണ് ബാക്ടീരിയ ശരീരത്തിൽ കടക്കുക. കുടിവെള്ളത്തിൽ മനുഷ്യവിസർജ്യം കലരുന്നത് രോഗപ്പകർച്ച വേഗത്തിലാക്കും. തിളപ്പിച്ചാറ്റിയ വെള്ളം മാത്രം കുടിക്കുക. തണുത്ത ഭക്ഷണം ഒഴിവാക്കുക. കൈകൾ സോപ്പ് ഉപയോഗിച്ച് കഴുകുക. കുടിവെള്ള സ്രോതസ്സുകൾ ക്ലോറിനേറ്റ് ചെയ്യുക. പരിസര ശുചിത്വവും വ്യക്തി ശുചിത്വവും പാലിക്കുക. വയറിളക്ക ലക്ഷണങ്ങൾ കണ്ടാൽ ഡോക്ടറുടെ സഹായം തേടുക എന്നിവയാണ് ആരോഗ്യവകുപ്പ് ജാഗ്രതാ നിർദ്ദേശത്തിൽ പറയുന്ന മുൻകരുതൽ നടപടികൾ. ന്യൂസ് ഡെസ്ക്, വയനാട് ന്യൂസ്. വീട്ടിൽ കഞ്ചാവ് ചെടികൾ വളർത്തലും നാടൻ വാറ്റും, വീട്ടമ്മയും ചെറുമകനും സഹായിയും അറസ്റ്റിൽ. മാനന്തവാടി കല്ലുമട്ടാംകുന്ന് പുത്തൻപുരയ്ക്കൽ ത്രേസ്യാമ്മയും കൂട്ടാളികളുമാണ് എക്സൈസ് സംഘത്തിന്റെ പിടിയിലായത്. ഇവരുടെ വീടിന്റെ പുറകുവശത്തു നിന്ന് 3 മീറ്ററോളം ഉയരത്തിലുള്ള 2 കഞ്ചാവ് ചെടികൾ എക്സൈസ് കണ്ടെത്തി. കൂടാതെ വീടിനകത്തു നിന്ന് 15 ലിറ്റർ വാഷും 500 മില്ലി നാടൻ ചാരായവും പിടികൂടി. കൂട്ടുപ്രതികളായ ഇവരുടെ കൊച്ചുമകൻ ഷോൺ ബാബുവിനെ രാത്രിയോടെ എക്സൈസ് പിടികൂടി. ഷോണിന്റെ സുഹൃത്ത് റോഷൻ എന്ന ഉണ്ണി ഒളിവിൽ പോയെങ്കിലും ഇന്ന് രാവിലെ എക്സൈസ് സംഘത്തിന് മുന്നിൽ ഹാജരായി. വീടിന്റെ പുറകുവശത്ത് 3 മീറ്ററിലോളം ഉയരത്തിലുള്ള 2 കഞ്ചാവ് ചെടികളാണ് ഇവർ വളർത്തിയിരുന്നത്. എക്സൈസ് ഇന്റലിജൻസിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് കഞ്ചാവ് ചെടി കണ്ടെത്തിയത്. എക്സൈസ് ഇന്റലിജൻസ് ഇൻസ്പെക്ടർ AK ഷാജി, എക്സൈസ് ഇൻസ്പെക്ടർ MK സുനിൽ, ഇന്റലിജൻസ് പ്രിവന്റീവ് ഓഫീസർമാരായ KK സന്തോഷ്, K രമേശ്,
എക്സൈസ് പ്രിവന്റീവ് ഓഫീസർമാരായ ടി സജീവൻ, ശശി, വനിതാ സിവിൽ ഓഫീസർ സൽമ ജോസ് എന്നിവരടങ്ങുന്ന സംഘമാണ് കഞ്ചാവും ചാരായവും അടക്കം പ്രതികളെ കൈയോടെ പിടികൂടിയത്. പ്രതികളെ വടകര NTPC കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ഒരു 3 മീറ്ററോളം ഉയരമുള്ള 2 കഞ്ചാവ് ചെടികൾ വീടിന്റെ പരിസരത്തായി, വീടിന്റെ പുറവശത്തായി നട്ടു വളർച്ചയായിട്ട് കാണുകയും ഇത് ഞങ്ങൾ എടുത്ത് അത് എടുക്കുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ കൊച്ചുവരിക്കൽ കൂടാതെ ഇവരുടെ വീട് പരിശോധിച്ചാൽ വീട്ടിൽ നിന്നും ഏകദേശം ഒരു 1/2 ലിറ്ററോളം വാഷും 1/2 ലിറ്ററോളം ചാരായവും ഒരു 15 ലിറ്ററോളം വാഷും ചാരായം മാറ്റാനുള്ള വാഷും കണ്ടെത്തിയിട്ടുണ്ട്. ഇതിൽ ഈ 2 കേസിലുമായിട്ട് കൊച്ചുവരിക്കൽ ത്രേസ്യാം എന്ന ഇവരും കൂടാതെ ഇവരെ ഒരു കൊച്ചുമകനും വേറൊരു സുഹൃത്തുമാണ് ഈ വീട്ടിൽ താമസിക്കുന്നത്. അവരെയും പ്രതി ചേർത്ത് കേസെടുത്തിട്ടുണ്ട്. വയനാട് ന്യൂസ്, മാനന്തവാടി. കാമുകനെ കൊന്ന് പുഴയിൽ തള്ളിയ സംഭവത്തിൽ ബിനി മധു ഉൾപ്പെടെ പ്രതികളെ തെളിവെടുപ്പിന് 4 ദിവസത്തേക്ക് പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. ബിനി മധു അടക്കം 4 പ്രതികളെയാണ് മാനന്തവാടി ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി പോലീസ് കസ്റ്റഡിയിൽ വിട്ടത്. കൊയിലേരി റിച്ചാർഡ് ഗാർഡനിൽ ബിനി മധു, വേലക്കാരി ഊർപ്പള്ളി പൊയിൽ കോളനിയിലെ വേലിക്കോത്ത അമ്മു, മണിയാറ്റിങ്കൽ ജയൻ, ഈർപ്പള്ളി പൊയിൽ കാവലൻ എന്നിവരാണ് കേസിൽ പ്രതികൾ. തിരുവനന്തപുരം ആറ്റിങ്ങൽ തച്ചൂർക്കുന്ന് സുലിലിനെയാണ് കാമുകിയായിരുന്ന ബിനി മധു കൊട്ടേഷൻ കൊടുത്ത് കൊന്ന് പുഴയിൽ തള്ളിയത്. ബോൺ ക്യാൻസർ രോഗത്തിന് ചികിത്സാ സഹായം തേടുന്ന കാട്ടിക്കുളം അണമല തൈപ്പറമ്പിൽ സണ്ണിയുടെ തുടർ ചികിത്സയ്ക്ക് പണം സ്വരൂപിക്കുന്നതിന് മാനന്തവാടി, അരണപ്പാറ, തോൽപ്പെട്ടി, മുട്ടിൽ KGT കമ്പനിയുടെ സ്വകാര്യ ബസ്സുകൾ കാരുണ്യ സർവീസ് നടത്തി. KGTയുടെ 2 ബസ്സുകളിൽ നിന്ന് ലഭിക്കുന്ന വരുമാനം മുഴുവൻ സണ്ണിയുടെ തുടർ ചികിത്സയ്ക്കായി നൽകും. അമ്മയും ഭാര്യയും 2 പിഞ്ചു കുഞ്ഞുങ്ങളും അടങ്ങുന്നതാണ് 38-കാരനായ സണ്ണിയുടെ കുടുംബം. ചികിത്സാ സഹായത്തിനുള്ള സർവീസിന്റെ ഫ്ളാഗ് ഓഫ് മാനന്തവാടി നഗരസഭാ ചെയർമാൻ VR പ്രവീജ് മാനന്തവാടി ബസ് സ്റ്റാൻഡിൽ നിർവഹിച്ചു. AM നിശാന്ത്, ഫാദർ വർഗീസ് കിഴക്കേടത്ത്, UK വസന്തകുമാർ, ഷിനോജ് അണമല, ശരത്, ബിനീഷ് എന്നിവർ സംസാരിച്ചു. ബസ് തൊഴിലാളികളുടെ ഇന്നത്തെ വരുമാനവും സംഭാവന ചെയ്തു. ഇത്തരത്തിലുള്ള ഒരു പ്രവർത്തനം നമ്മുടെ പ്രിയപ്പെട്ട സഹോദരന്റെ സഹായവുമായി ബന്ധപ്പെട്ട് കാട്ടിക്കുളത്തുള്ള നല്ലവരായ സഹോദരന്മാർ, സഹോദരിമാർ എടുത്തിട്ടുള്ള നല്ലൊരു മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനത്തിന് ഇന്ന് നേതൃത്വം കൊടുക്കുകയാണ്. ഈ ബസ് സണ്ണി എന്ന് പറയുന്ന ഒരു സഹോദരന്റെ ചികിത്സയുമായി ബന്ധപ്പെട്ടാണ് 2 ദിവസത്തെ അവരുടെ ധനസഹായം ഈ കുടുംബത്തിന് ലഭ്യമാക്കുന്നത്. നമുക്കറിയാം, അത്തരത്തിലുള്ള പ്രവർത്തനം വളരെ മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്ന എല്ലാവരെയും. വയനാട് ന്യൂസ്, മാനന്തവാടി. വന്യജീവി ഗവേഷണവും ആദിവാസി ക്ഷേമവും ലക്ഷ്യമിട്ട് പൂക്കോട് വെറ്ററിനറി സർവകലാശാല പശ്ചിമഘട്ട മേഖലാ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിക്കുന്നു. 500 കോടി രൂപ മതിപ്പു ചെലവിലാണ് വയനാട് ആസ്ഥാനമായി ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിക്കുന്നത്. കേരള വെറ്ററിനറി ആൻഡ് അനിമൽ സയൻസസ് സർവകലാശാല വന്യജീവി ഗവേഷണവും ആദിവാസി വിഭാഗങ്ങളുടെ ക്ഷേമവും മുൻനിർത്തിയാണ് വയനാട് ആസ്ഥാനമായി പശ്ചിമഘട്ട മേഖലാ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് സർവകലാശാലയിലെ വന്യജീവി പഠന കേന്ദ്രം മേധാവി ഡോക്ടർ ജോർജ് ചാണ്ടി സമർപ്പിച്ച പ്രൊജക്ട് റിപ്പോർട്ട് തത്വത്തിൽ അംഗീകരിച്ച യൂണിവേഴ്സിറ്റി ഭരണസമിതി തുടർ നടപടികളുമായി മുന്നോട്ടു പോകാൻ തീരുമാനിച്ചു. വെറ്ററിനറി, വന്യജീവി ശാസ്ത്ര, ബയോളജി ബിരുദധാരികൾക്ക് വന്യജീവികളും മനുഷ്യരുമായി ബന്ധപ്പെട്ട വിവിധ വിഷയങ്ങളിൽ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിവിധ ശാസ്ത്രമേഖലകളെ സംയോജിപ്പിച്ച ബിരുദാനന്തര ബിരുദ പഠനത്തിനും ഗവേഷണത്തിനും സാഹചര്യമൊരുക്കുകയാണ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ലക്ഷ്യങ്ങളിൽ ഒന്ന്. ആദിവാസികളടക്കം പാവപ്പെട്ട ജനവിഭാഗങ്ങളുടെ സാമ്പത്തികവും സാമൂഹികവുമായ ഉന്നമനം ഉറപ്പുവരുത്തുക, കാർഷിക വൃത്തി ഉപജീവനമാർഗമായി സ്വീകരിച്ചിരിക്കുന്നവരിൽ വന്യജീവികളുമായി ബന്ധപ്പെട്ട ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർക്ക് സുസ്ഥിര കാർഷിക രീതികളിലൂടെ അഭിവൃദ്ധി പ്രാപിക്കുന്നതിന് സാങ്കേതിക സഹായം ലഭ്യമാക്കുക, മനുഷ്യരെ ജൈവ വൈവിധ്യ സംരക്ഷണത്തിന്റെയും വന്യജീവികളുമായുള്ള സഹവർത്തിത്വത്തിന്റെയും പ്രാധാന്യം ബോധ്യപ്പെടുത്തുക, വന്യജീവി ശല്യം മൂലമുള്ള പ്രയാസങ്ങൾ അതിജീവിക്കുന്നതിന് കർഷകർക്ക് സാങ്കേതിക സഹായങ്ങൾ നൽകുക, പരിക്കേറ്റതും രോഗം ബാധിച്ചതുമായ വന്യജീവികൾക്ക് ഏറ്റവും മെച്ചപ്പെട്ട ചികിത്സയും പരിപാലനവും ഉറപ്പുവരുത്തുക തുടങ്ങിയവയാണ് മറ്റു ലക്ഷ്യങ്ങൾ. വൈത്തിരി പഞ്ചായത്തിലെ പൂക്കോട് സർവകലാശാലയുടെ കൈവശമുള്ള സ്ഥലത്തോ സുഗന്ധഗിരിയിൽ പൊതു ആവശ്യത്തിന് മാറ്റിവെച്ചിരിക്കുന്ന സർക്കാർ ഭൂമിയിൽ 40 ഏക്കർ യൂണിവേഴ്സിറ്റിക്ക് ലഭ്യമാക്കിയോ ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങാമെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. പശ്ചിമഘട്ട മേഖല ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ദേശീയ അന്തർദേശീയ സഹകരണ സാധ്യതകളെക്കുറിച്ച് റിപ്പോർട്ടിൽ വിശദീകരിക്കുന്നുണ്ട്. അപകടത്തിൽപ്പെട്ടതും അസുഖമുള്ളതും പരിക്കേറ്റതുമായ വന്യജീവികളുടെ ചികിത്സയ്ക്കും പുനരധിവാസത്തിനും പ്രാദേശിക വന്യജീവി ഗവേഷണത്തിനും വേണ്ടിയുള്ള കേന്ദ്രം ഇടുക്കി ജില്ലയിൽ സ്ഥാപിക്കാവുന്നതാണെന്ന് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അനൂപ് വർഗീസ്, വയനാട് ന്യൂസ്, കൽപ്പറ്റ.
ബ്ലൂ വെയിൽ ചാലഞ്ച് കൊലയാളി ഗെയിം കേരളത്തിൽ 2000-ഓളം ഡൗൺലോഡ് ചെയ്തതായി സൂചന. പാലക്കാട്ടെ 4 കുട്ടികൾ KSRTC ബസ്സിൽ ചാവക്കാട് കടൽ കാണാനെത്തിയത് ഗെയിമിന്റെ സ്വാധീനത്തിലാണെന്ന് വ്യക്തമായി. ഈ ഗെയിമിനെക്കുറിച്ച് മുതിർന്നവർ അതിജാഗ്രത പാലിക്കണമെന്ന് പോലീസ്. കൊലയാളി ഗെയിം ഒരിക്കൽ ഫോണിൽ ഡൗൺലോഡ് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ഡിലീറ്റ് ചെയ്യാനാവില്ല. ബ്ലൂ വെയിൽ കേരളത്തിൽ പ്രചരിക്കുന്നത് പരസ്യ ഏജൻസികളാണ് കണ്ടെത്തിയത്. ലോകത്ത് ഇതുവരെ 4000-ഓളം കുട്ടികൾ ഈ ഗെയിം കളിച്ച് ജീവനൊടുക്കി. കളിക്കുന്നവരെ അവസാന ഘട്ടത്തിൽ ആത്മഹത്യയ്ക്ക് പ്രേരിപ്പിക്കുന്ന മൈൻഡ് മാനിപ്പുലേറ്റിംഗ് ഗെയിമാണിത്. രാത്രി ഒറ്റയ്ക്കിരുന്ന് ഹൊറർ സിനിമ കാണുക, കയ്യിലും കാലിലും പ്രത്യേക രീതിയിൽ മുറിവുണ്ടാക്കുക, രാത്രിയിലെ ചില പ്രത്യേക സമയങ്ങളിൽ ഉണരുക എന്നിങ്ങനെയുള്ള ചലഞ്ചുകൾ ദിവസവും ഗെയിം കളിക്കുന്നയാൾക്ക് ലഭിക്കും. ചലഞ്ചുകൾ പൂർത്തിയാക്കിയതിന്റെ ദൃശ്യം ഗെയിമിന്റെ അഡ്മിന് അയച്ചു കൊടുക്കണം. മുംബൈയിൽ കഴിഞ്ഞ ദിവസം 14-കാരൻ ആത്മഹത്യ ചെയ്തതോടെയാണ് കൊലയാളി ഗെയിം ഇന്ത്യയിൽ എത്തിയതായി മനസ്സിലായത്. ഇപ്പോൾ കേരളത്തിൽ 2000 പേരെങ്കിലും ഈ കൊലക്കളി ഡൗൺലോഡ് ചെയ്തു കഴിഞ്ഞുവെന്നാണ് വിവരം. ഡൗൺലോഡ് ചെയ്യുന്നവരുടെ മൊബൈലിലെ എല്ലാ വിവരങ്ങളും ഹാക്ക് ചെയ്യുന്ന ബ്ലൂ വെയിൽ ഗെയിം ഡെവലപ്പേഴ്സ് ആവശ്യപ്പെടുന്നതെല്ലാം ചെയ്യാൻ കളിക്കുന്നവർ നിർബന്ധിതരാകും. അതിന് തയ്യാറാകാത്തവരെ ഭീഷണിപ്പെടുത്തുന്നതായും അനുഭവസ്ഥർ പറയുന്നു. ന്യൂസ് ഡെസ്ക്, വയനാട് ന്യൂസ്. ജില്ലയിൽ പുഴകൾ കർക്കിടകത്തിൽ പോലും ജലദരിദ്രം. വരാനിരിക്കുന്ന രൂക്ഷമായ കുടിവെള്ളക്ഷാമത്തിന്റെ ആശങ്കയാണ് എങ്ങും. ബ്രിട്ടീഷുകാരുടെ കാലം മുതൽ മേപ്പാടി ടൗണിന് കുടിവെള്ളം നൽകിയിരുന്ന എളമ്പിലേരി പുഴയും കർക്കിടകം പാതിയായിട്ടും വെള്ളം നിറയാതെ മെലിഞ്ഞൊഴുകുകയാണ്. ചെറുപുഴകളാൽ സമ്പന്നമായിരുന്നു മേപ്പാടിയിൽ. പുഴകളിൽ നീരൊഴുക്ക് നന്നേ കുറഞ്ഞു. എളമ്പലേരിപ്പുഴ, കള്ളാടിപ്പുഴ, ചൂരൽമലപ്പുഴ തുടങ്ങിയ കാട്ടരുവികളാണ് മേപ്പാടിയുടെ പ്രധാന ജലസ്രോതസ്സുകൾ. തോട്ടം മേഖലകളിലേക്കും മേപ്പാടി ടൗണിലും പരിസരങ്ങളിലും കുടിവെള്ളത്തിനും കൃഷിക്കും ഈ പുഴകളെയാണ് ആശ്രയിച്ചിരുന്നത്. കർക്കിടകത്തിൽ കവിഞ്ഞൊഴുകാറുള്ള പുഴകളിൽ ഇക്കുറി നീരൊഴുക്ക് ആശങ്കാജനകമാം വിധം കുറഞ്ഞു. ഇത്തവണ വയനാട്ടിൽ കാലവർഷത്തിൽ 63% മഴക്കുറവാണ് രേഖപ്പെടുത്തുന്നത്. 164.72 മില്ലിമീറ്റർ മഴ കിട്ടേണ്ടിടത്ത് ലഭിച്ചത് 73.61 മില്ലിമീറ്റർ മഴ. കഴിഞ്ഞ വേനൽക്കാലത്ത് കടുത്ത ജലക്ഷാമമാണ് ജില്ല നേരിട്ടത്. മഴക്കാലത്തും പുഴകൾ ഇങ്ങനെ ജലക്ഷാമം നേരിടുകയാണെങ്കിൽ അടുത്ത വേനൽക്കാലം കുടിവെള്ള പ്രശ്നം അതിരൂക്ഷമാകുമെന്ന് ഉറപ്പാണ്. കുറഞ്ഞ അളവിലാണെങ്കിലും കിട്ടുന്ന വെള്ളം സംഭരിച്ച് സംരക്ഷിക്കാൻ അടിയന്തര നടപടി വേണമെന്ന ആവശ്യം ശക്തമാണ്. സാജർ പുത്തലൻ, വയനാട് ന്യൂസ്, മേപ്പാടി. കാട്ടിക്കുളം ടൗണിൽ പൈപ്പ് പൊട്ടി കുടിവെള്ളം പാഴാവുന്നു. ദിവസങ്ങൾ പിന്നിട്ടിട്ടും പൈപ്പ് റിപ്പയർ ചെയ്യാതെ വാട്ടർ അതോറിറ്റി കുറ്റകരമായ അനാസ്ഥ കാട്ടുന്നതായി ആരോപണം. കാട്ടിക്കുളം ടൗണിൽ പഞ്ചായത്ത് ബസ് സ്റ്റാൻഡിന് മുന്നിൽ 2 ഇടങ്ങളിലാണ് പൈപ്പ് പൊട്ടി കുടിവെള്ളം പാഴാവുന്നത്. ഓട്ടോ ഡ്രൈവർമാർ ഉൾപ്പെടെ പരാതി പറഞ്ഞിട്ടും തിരിഞ്ഞു നോക്കാൻ പോലും കൂട്ടാക്കാതെ വാട്ടർ അതോറിറ്റി അധികൃതർ. വെള്ളം പൊട്ടിയൊഴുകുന്നത് ടൗണിലെത്തുന്ന യാത്രക്കാർക്കും ഒപ്പം സമീപത്തെ ഓട്ടോ ഡ്രൈവർമാർക്കും വിനയാവുകയാണ്. റോഡിന് നടുവിലായി പൈപ്പ് പൊട്ടി കുടിവെള്ളം പാഴാവാൻ തുടങ്ങിയിട്ട് ആഴ്ചകളായി. വെള്ളം പാഴാവുന്നത് സമീപത്തെ ഓട്ടോ ഡ്രൈവർമാരും മറ്റും നിരന്തരം വാട്ടർ അതോറിറ്റി അധികൃതരെ വിവരമറിയിച്ചിട്ടും കണ്ടഭാവം പോലും നടിക്കുന്നില്ലെന്ന് ആരോപിക്കുന്നു. റോഡിനു നടുവിൽ പൈപ്പ് പൊട്ടിയത് മൂലം റോഡിൽ വലിയ കുഴി രൂപപ്പെടുകയും റോഡ് തകരുകയും ചെയ്തിട്ടുണ്ട്. കാട്ടിക്കുളം ടൗണിലെ പല ഭാഗത്തും ഇത്തരത്തിൽ പൈപ്പുകൾ പൊട്ടി വെള്ളം പാഴാവാൻ തുടങ്ങിയിട്ട് ആഴ്ചകളായി. അതും കർക്കിടക മാസത്തിൽ മഴ പോലും പെയ്യാത്ത സമയത്ത്. ആഴ്ചകളായി റോഡിലൂടെ വെള്ളം പരന്നൊഴുകുന്നത് കാരണം കാട്ടിക്കുളം ടൗണിലെ പല ഭാഗങ്ങളിലെയും റോഡുകൾ കുണ്ടും കുഴിയും നിറഞ്ഞിരിക്കുകയാണ്. ജലം അമൂല്യമാണെന്ന തിരിച്ചറിവിൽ നിന്നെങ്കിലും പൊട്ടിയ പൈപ്പുകൾ മാറ്റി കുടിവെള്ളം പാഴാവുന്നത് തടയണമെന്നു തന്നെയാണ് പ്രദേശവാസികളുടെ ആവശ്യം. ഇത് ഭയങ്കര ഡ്രസ്സ് മാറി വരുമ്പോഴും നമുക്ക് വാഹനങ്ങൾ ഓടിക്കുമ്പോഴും നമുക്ക് തന്നെ ഒരു പേടി സ്വപ്നമായിട്ട് മാറിയിരിക്കുകയാണ് ഈ കുഴി. അതുകൊണ്ട് തക്ക നടപടി എടുക്കണമെന്ന് നമ്മൾ ഓട്ടോ സ്റ്റാൻഡിൽ നമ്മൾ ഡ്രൈവേഴ്സ് ആവശ്യപ്പെട്ടു. ബിജു കിഴക്കേടം, വയനാട് ന്യൂസ്, മാനന്തവാടി. മുട്ടിൽ ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കിയ മാലിന്യ നിർമ്മാർജ്ജന പദ്ധതിയുടെ 1ാം ഘട്ടം പൂർത്തിയായതായി ഭരണസമിതി വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 11 വാർഡുകളിൽ നിന്നും 29.5 ടൺ മാലിന്യം ശേഖരിക്കാൻ കഴിഞ്ഞു. 2ാം ഘട്ടത്തിൽ സമ്പൂർണ്ണ മാലിന്യ നിർമ്മാർജ്ജനമാണ് ലക്ഷ്യമിടുന്നത്. നിയമവിരുദ്ധമായി പ്ലാസ്റ്റിക്കിന്റെ വിപണനവും ഉപയോഗവും തടയുന്നതിന് നിയമ നടപടികൾ കർശനമാക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നിർമ്മാർജ്ജനം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് വയനാട് ജില്ലയിൽ മുട്ടിൽ ഗ്രാമപഞ്ചായത്ത് ആദ്യമായി ഒരു അഭിമാനകരമായ നേട്ടം കൈവരിച്ചിരിക്കുകയാണ്. ഗ്രാമീണ മേഖലയെയും പാവപ്പെട്ടവരെയും അവഗണിക്കുന്നു എന്നാരോപിച്ച് മുസ്ലിം ലീഗ് ബത്തേരിയിൽ നഗരസഭാ മാർച്ച് സംഘടിപ്പിക്കും. PMAY ലൈഫ് പദ്ധതികൾ അവതാളത്തിലാണെന്നും അയ്യങ്കാളി തൊഴിലുറപ്പ് പദ്ധതി കൃത്യസമയത്ത് ആക്ഷൻ പ്ലാനും ലേബർ ബഡ്ജറ്റും നൽകാത്തതിനാൽ 2 വർഷത്തെ തൊഴിൽ ദിനങ്ങൾ നഷ്ടപ്പെട്ടെന്നും ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ കുറ്റപ്പെടുത്തി. നഗരസഭാ മാർച്ച് ഈ മാസം 10-ാം തീയതി 10 മണിക്ക് മണ്ഡലം പ്രസിഡന്റ് PP അയ്യൂബ് ഉദ്ഘാടനം ചെയ്യും. വാർത്താസമ്മേളനത്തിൽ K. മൊയ്തീൻ, കോണിക്കൽ ഖാദർ, ഷബീർ അഹമ്മദ്, P. അബൂബക്കർ, കുഞ്ഞിക്കാദർ,
PC കുഞ്ഞുട്ടി, ഇബ്രാഹിം തൈത്തൊടി, റിയാസ് ഇബ്രാഹിം, മുസ്തഫ എന്നിവർ പങ്കെടുത്തു. ഈ PMAY ലൈഫ് എന്ന് പറയുന്നത് സാധാരണക്കാർക്ക് വീട് ലഭിക്കുക എന്നുള്ള ഏറ്റവും അടിസ്ഥാനപരമായി ഇവിടെ സ്വാഭാവികമായിട്ട് നമുക്കറിയാം EMS സമ്പൂർണ്ണ ഭവന പദ്ധതി എന്നാണ് പറയുന്നത്. സമ്പൂർണ്ണ ഭവന പദ്ധതി നടപ്പിലാക്കാൻ ആ ഗവൺമെന്റ് കഴിഞ്ഞിട്ടില്ല. അതിനുശേഷം വന്നിട്ടുള്ള UDF ഗവൺമെന്റും പുത്താൻബത്തേരി പഞ്ചായത്തിന്റെ ഭരണസമിതിയും സൗഭാഗ്യ എന്നുള്ള സ്കീമിൽ 100 വീടുകൾ കൊടുത്തു. അത് കഴിഞ്ഞ് ഇപ്പോ PMAYയുടെ സർവേ കഴിഞ്ഞ് ലിസ്റ്റ് വന്നപ്പോൾ 175 പേർ പിന്നെയുണ്ട്. നീലഗിരി എരുമാട് ഇന്ന് രാവിലെ 10 മുതൽ 2 മണി വരെ ഹർത്താൽ ആചരിച്ചു. സർവകക്ഷിയും വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുമാണ് ഹർത്താലിന് ആഹ്വാനം ചെയ്തത്. ചേരമ്പാടി സർക്കിൾ ഇൻസ്പെക്ടറുടെ ജനദ്രോഹ നടപടികളിൽ പ്രതിഷേധിച്ചായിരുന്നു ഹർത്താൽ. ADSP തിരുമേനി ഇരുവിഭാഗങ്ങളുമായി ചർച്ച നടത്തി. ദേശീയ വിരവിമുക്ത ദിനാചരണത്തോടനുബന്ധിച്ച് ജില്ലയിൽ 1 വയസ്സിനും 19 വയസ്സിനും ഇടയിൽ പ്രായമുള്ള 2,46,133 കുട്ടികൾക്ക് വിരയ്ക്കെതിരെ ഗുളിക നൽകുമെന്ന് ആരോഗ്യവകുപ്പ് അറിയിച്ചു. അംഗൻവാടികളിലും വിദ്യാലയങ്ങളിലും വെച്ചാണ് വിരയ്ക്കെതിരെ ഗുളികകൾ നൽകുക. പരിപാടിയുടെ ജില്ലാതല ഉദ്ഘാടനം വ്യാഴാഴ്ച രാവിലെ 10 മണിക്ക് വാളാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് T. ഉഷാകുമാരി നിർവഹിക്കും. പനിയോ മറ്റ് അസുഖങ്ങളോ ഇല്ലാത്ത എല്ലാ കുട്ടികളും ഗുളികകൾ കഴിക്കേണ്ടതാണെന്നും അധികൃതർ അറിയിച്ചു. 10 ഏക്കർ തരിശുപാടത്ത് നെൽകൃഷി ഇറക്കി സ്വാശ്രയ സംഘം മാതൃകയായി. തിരുനെല്ലി ഗ്രാമപഞ്ചായത്ത് 3-ാം വാർഡിൽ കൽക്കുനി പാടശേഖര JLG-യാണ് തരിശുഭൂമി നെല്ലുവിളയുന്ന പാടമാക്കി മാറ്റിയത്. സംസ്ഥാന സർക്കാരിന്റെ തരിശുനിലങ്ങൾ കൃഷിഭൂമിയാക്കുന്ന പദ്ധതിയുടെ ഭാഗമായാണ് കൃഷി ഇറക്കിയത്. വയനാട് അഗ്രികൾച്ചർ ആൻഡ് സ്പൈസസിന്റെ സഹായത്തോടെയാണ് നെൽകൃഷി ആരംഭിച്ചത്. തിരുനെല്ലി സർവീസ് സഹകരണ സംഘം 3 ലക്ഷം രൂപ പലിശരഹിത വായ്പ അനുവദിച്ചു. നിലമൊരുക്കുന്നതിന് തിരുനെല്ലി ഗ്രാമപഞ്ചായത്ത് തൊഴിലുറപ്പ് പദ്ധതിയിൽ 200 തൊഴിൽ ദിനങ്ങളും അനുവദിച്ചു നൽകി. പാൽത്തൊണ്ടി, ഗന്ധകശാല, IR20 എന്നീ നെല്ലിനങ്ങളാണ് 10 ഏക്കറിൽ കൃഷി ചെയ്യുന്നത്. ഞാറുനടൽ ഉദ്ഘാടനം തിരുനെല്ലി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PV ബാലകൃഷ്ണൻ നിർവഹിച്ചു. വയനാട് അഗ്രികൾച്ചറൽ ആൻഡ് സ്പൈസസ് ചെയർമാൻ PA ദേവസ്യ, MD K. നാരായണൻ, ആത്മ ഡെപ്യൂട്ടി ഡയറക്ടർ ഡോക്ടർ ആശ, മാനന്തവാടി കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ സാബു അലക്സാണ്ടർ തുടങ്ങി നിരവധി പേർ ചടങ്ങിൽ സംബന്ധിച്ചു. കാലാവസ്ഥാ വ്യതിയാനവും വന്യമൃഗശല്യവും തിരുനെല്ലി പഞ്ചായത്തിൽ നെൽകൃഷിയെ പ്രതികൂലമായി ബാധിച്ചിരുന്നു. സംസ്ഥാന ഗവൺമെന്റ് ആവിഷ്കരിച്ച നൂതന പദ്ധതിയിൽ പഞ്ചായത്തിൽ നെൽകൃഷി വീണ്ടും സജീവമാവുകയാണ്. തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി 200ഓളം പ്രവൃത്തി ഞങ്ങൾ അനുവദിച്ചിട്ടുണ്ട്. അങ്ങനെ എല്ലാ സർവീസ് സഹകരണ ബാങ്ക് 3 ലക്ഷം രൂപ നമുക്ക് പലിശരഹിത വായ്പയായി തന്നിട്ടുണ്ട്. അങ്ങനെ എല്ലാവരും ഒരു കൂട്ടായ്മ സ്വരൂപിച്ച് ഈ പാടങ്ങൾ ഇനിയും തരിശുഭൂമി ഒരുപാടുണ്ട്. ഇതൊക്കെ കൃഷിയുക്തമാക്കണം എന്ന ഉദ്ദേശത്തോടെയാണ് ഞങ്ങൾ സ്വാശ്രയ സംഘം രൂപീകരിച്ചിട്ടുള്ളത്. കൂടുതൽ കർഷകർ ഇതിലേക്ക് ഇറങ്ങി വരണം. എല്ലാവരും ഈ JLG രൂപീകരിച്ച് തരിശുപാടങ്ങൾ കൃഷിയുക്തമാക്കി നമ്മുടെ സർക്കാർ ആവിഷ്കരിക്കുന്ന നൂതന പദ്ധതി ആയ തരിശുഭൂമി കൃഷിയുക്തമാക്കുന്ന പരിപാടി വളരെ ഗംഭീരമായി വിജയിപ്പിക്കണമെന്ന് മാത്രമാണ് എനിക്ക് കർഷകർ സുഹൃത്തുക്കളോട് നാട്ടുകാരോട് പറയാനുള്ളത്. ബിജു കിഴക്കേടം, വയനാട് ന്യൂസ്, മാനന്തവാടി. കോൺഗ്രസ് പയ്യമ്പള്ളി മണ്ഡലം 68-ാം ബൂത്ത് കുടുംബസംഗമം KPCC നിർവാഹക സമിതി അംഗം ND അപ്പച്ചൻ ഉദ്ഘാടനം ചെയ്തു. ബൂത്ത് പ്രസിഡന്റ് ചാക്കോ നെല്ലിക്കാട്ടിൽ അധ്യക്ഷനായിരുന്നു. KL പൗലോസ്, മംഗലശ്ശേരി മാധവൻ, കമ്മന മോഹനൻ, PV ജോർജ്, അഡ്വക്കേറ്റ് NK വർഗീസ് തുടങ്ങിയവർ സംസാരിച്ചു. നവലിബറൽ നയങ്ങളെ ചെറുക്കുക, മതനിരപേക്ഷതയുടെ കാവലാളാവുക എന്ന മുദ്രാവാക്യമുയർത്തി ഓഗസ്റ്റ് 15-ന് DYFI ഒരുക്കുന്ന യുവജന പ്രതിരോധത്തിന്റെ പ്രചരണത്തിന് സംഘടിപ്പിച്ച കാൽനടയാത്രയ്ക്ക് മേപ്പാടിയിൽ സ്വീകരണം നൽകി. സ്വീകരണ യോഗത്തിൽ ജാഥ ക്യാപ്റ്റൻ K. റഫീഖ്, വൈസ് ക്യാപ്റ്റൻ KV ഷിജു, K. മുഹമ്മദ് അലി തുടങ്ങിയവർ സംസാരിച്ചു. പര്യടനം റിപ്പണിൽ സമാപിച്ചു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് പ്രൈവറ്റ് ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ കലക്ടറേറ്റിലേക്ക് മാർച്ചും ധർണയും നടത്തി. CITU ജില്ലാ ജോയിന്റ് സെക്രട്ടറി P. ഗഗാറിൻ ഉദ്ഘാടനം ചെയ്തു. നിർമ്മാണ മേഖലയിലെ പ്രതിസന്ധി പരിഹരിക്കുക, കരിങ്കൽ ഉൽപ്പന്നങ്ങളുടെ വില നിയന്ത്രിക്കുക, സ്വകാര്യ കരാറുകാർക്ക് ലൈസൻസ് നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു സമരം. പെൻഷൻ സംഘടനകളുമായി ചർച്ച ചെയ്ത് സൗജന്യ ചികിത്സാ പദ്ധതി അടിയന്തരമായി നടപ്പാക്കുക, പെൻഷൻ പരിഷ്കരണ കുടിശ്ശിക ഒറ്റത്തവണയായി നൽകുക, സർക്കാർ ജീവനക്കാർക്ക് നൽകുന്ന നിരക്കിൽ ഉത്സവ ഭത്ത പെൻഷൻകാർക്കും നൽകുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ കലക്ടറേറ്റിന് മുന്നിൽ ധർണ നടത്തി. ND അപ്പച്ചൻ ഉദ്ഘാടനം ചെയ്തു. TO റൈമൻ, PM അബ്ദുറഹ്മാൻ തുടങ്ങിയവർ സംസാരിച്ചു. തസ്തികാ നിർണയ മാനദണ്ഡങ്ങൾ കാലോചിതമായി പരിഷ്കരിക്കണമെന്നാവശ്യപ്പെട്ട് സംയുക്ത കായികാധ്യാപക സംഘടനകളുടെ നേതൃത്വത്തിൽ DDE ഓഫീസ് മാർച്ചും ധർണയും നടത്തി. HSS-ൽ നിയമനം നടത്തുക, തുല്യ ജോലിക്ക് തുല്യ വേതനം നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ധർണ.
തിരുനെല്ലി സർവീസ് സഹകരണ ബാങ്കിനെ ജില്ലയിലെ പ്രാഥമിക സഹകരണ ബാങ്കുകളുമായി ബന്ധിപ്പിക്കുന്ന കോർ ബാങ്കിങ്ങിന്റെ ഉദ്ഘാടനം OR കേളു MLA നിർവഹിച്ചു. ബാങ്ക് പ്രസിഡന്റ് KT ഗോപിനാഥൻ അധ്യക്ഷനായിരുന്നു. തൃശ്ശിലേരി ശാഖയുടെ നവീകരിച്ച കൗണ്ടർ ഉദ്ഘാടനം തിരുനെല്ലി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PV ബാലകൃഷ്ണനും അന്തരിച്ച മുൻ പ്രസിഡന്റുമാരുടെ ഫോട്ടോ അനാച്ഛാദനം പ്രസിഡന്റ് PJ ആന്റണിയും നിർവഹിച്ചു. വിദ്യാർത്ഥി നിക്ഷേപ സ്വീകരണം ഗ്രാമപഞ്ചായത്ത് അംഗം T വിഷ്ണുവും വിദ്യാർത്ഥികൾക്ക് ഉപഹാര സമർപ്പണം പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ K അനന്തൻ നമ്പ്യാരും റിസ്ക് ഫണ്ട് ആധാരം തിരിച്ചു നൽകൽ സഹകരണ വകുപ്പ് ഡെപ്യൂട്ടി ചെയർമാൻ P റഹീമും നിർവഹിച്ചു. വയനാട് ന്യൂസ് ഇനി മുതൽ യൂട്യൂബിലും ഫേസ്ബുക്കിലും ലഭിക്കും. യൂട്യൂബിൽ വയനാട് ന്യൂസ് ലഭിക്കാൻ youtube.com/user/wayanadvision/videos എന്ന ലിങ്ക് ക്ലിക്ക് ചെയ്യുക. ഫേസ്ബുക്കിൽ facebook.com/wv വയനാട് ന്യൂസ്. പ്രധാന വാർത്തകൾ വീണ്ടും. സ്വയം സന്നദ്ധ പുനരധിവാസം 20 കാട്ടുനായ്ക്ക കുടുംബങ്ങൾക്ക് ബത്തേരിയിൽ കൈവശ രേഖകൾ നൽകി. ജീവനെടുക്കാൻ കോളറ വീണ്ടും, ജാഗ്രത പാലിക്കാൻ ആരോഗ്യവകുപ്പിന്റെ മുന്നറിയിപ്പ്. വീട്ടിൽ കഞ്ചാവ് ചെടി വളർത്തലും നാടൻ വാറ്റും, വീട്ടമ്മയടക്കം 3 പേർ മാനന്തവാടിയിൽ അറസ്റ്റിൽ. ബ്ലൂ വെയിൽ ചാലഞ്ച് കൊലയാളി ഗെയിം കേരളത്തിൽ 2000 പേർ ഡൗൺലോഡ് ചെയ്തു. ഗെയിമിന്റെ സ്വാധീനത്തിൽ പാലക്കാട് കുട്ടികൾ കടലിലേക്ക് പുറപ്പെട്ടു. ജില്ലയിൽ കർക്കിടകത്തിലും പുഴകൾ ദരിദ്രം, വരാനിരിക്കുന്ന കുടിവെള്ളക്ഷാമത്തിൽ ആശങ്ക കനക്കുന്നു. വിരവിമുക്ത ദിനാചരണം വ്യാഴാഴ്ച. സംസ്ഥാനത്ത് 2,46,133 കുട്ടികൾക്ക് ഗുളിക നൽകും. 10 ഏക്കർ തരിശുപാടത്ത് കൃഷിയിറക്കി. തിരുനെല്ലിയിൽ സ്വാശ്രയ സംഘം മാതൃകയായി. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാവുകയാണ്. നമസ്കാരം.